ഇതൊക്കെയാണ് ഏപ്രിൽ മാസത്തില് ഞങ്ങൾ വാങ്ങിയ 11 ബുക്സ്. ഈ 11 ബുക്സ് ഒറ്റയടിക്കിരുന്ന് വായിക്കുമോ ചോദിച്ചാലും എന്തായാലും ഇല്ല. ഇൻഫാക്ട് എത്ര കാലം എടുക്കും അതും ഈ എല്ലാ 11 ബുക്സും ഞാൻ വായിക്കുമോ എന്നും എനിക്ക് ഒരു പിടിയില്ല. പിന്നെ എന്തിനാ ഇത്ര കാശൊക്കെ മുടക്കി ഇത്ര ബുക്സ് വാങ്ങിക്കുന്നത് എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ വായോ, എല്ലാ ഡൗട്ടും ഞാൻ ഇന്ന് തീർത്തു തരാം. ഇന്നത്തെ വീഡിയോ ഒരു ബുക്ക് ഹോൾ വീഡിയോ ആണ്. ജസ്റ്റ് ഈ മാസം വാങ്ങിയ ബുക്സ് ഏതാണ് എന്ന് ലിസ്റ്റ് ആയിട്ട് മാത്രം ചെയ്യാതെ ഞാൻ യൂഷ്വലി ഇന്ന ബുക്ക് വാങ്ങണം എന്ന ഡെസിഷൻ എടുക്കുന്നത് എങ്ങനെയാണ്, എവിടെ നിന്നാണ് ബുക്സ് വാങ്ങാറുള്ളത്, വാങ്ങിയതിന് ശേഷം ആ ബുക്ക് വായിക്കാൻ എടുക്കുന്നത് എപ്പോഴാണ്, എന്ത് സ്ട്രാറ്റജിയാണ് ഞാൻ അതിനായിട്ട് യൂസ് ചെയ്യുന്നത്, പിന്നെ ഈ മാസം വാങ്ങിയ 11 ബുക്സിന്റെ പിന്നിലും ഓരോ സ്റ്റോറി ഉണ്ട്, അത് ഏതാണ് എന്നുമെല്ലാമാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ വീഡിയോ ഫുള്ള് മിസ്സാക്കാതെ ലാസ്റ്റ് വരെ കാണുക. ഇതിലെ എല്ലാ ബുക്കിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഞങ്ങൾ കുറച്ച് വർഷങ്ങൾ US-ലായിരുന്നു. അപ്പോൾ ഫുള്ള് ലൈബ്രറിയിൽ നിന്നും ഫ്രീ ആയിട്ടാണ് ബുക്സ് എടുത്ത് വായിച്ചിരുന്നത്, അങ്ങനെ വാങ്ങാറില്ലായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിലോട്ട് മൂവ് ചെയ്തതിന് ശേഷം അതുപോലുള്ള ലൈബ്രറി ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ബുക്സ് വാങ്ങിയല്ലേ വഴിയുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ ബുക്സ് വാങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ഞങ്ങള് അതായത് ഞാനും എന്റെ ഹസ്ബൻഡും ഇന്ന ബുക്ക് വാങ്ങണം എന്ന ഡെസിഷൻ എടുക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഞങ്ങളുടേത് ഒരു റീഡേഴ്സ് ഫാമിലിയാണ്. എല്ലാവരും നന്നായി ബുക്ക് വായിക്കും. ഞാൻ യൂട്യൂബില് ചില ബുക്ക് ട്യൂബേഴ്സിനെ ഫോളോ ചെയ്യാറുണ്ട്. അങ്ങനെ അറിയുന്ന ബുക്സ് ഇൻട്രസ്റ്റഡ് ആയി തോന്നിയാൽ വാങ്ങാനുള്ള ലിസ്റ്റിലിടും. അതുപോലെ ചിലപ്പോൾ ഗൂഗിളില് ചില ആർട്ടിക്കിൾസിലൂടെയും ഓരോ ബുക്കിനെ കുറിച്ചും അറിയാനിടയാവും. പിന്നെ ചിലപ്പോൾ ചില ബുക്സ് വായിക്കുമ്പോൾ അതിൽ മറ്റു ബുക്സിനെ കുറിച്ച് മെൻഷൻ ചെയ്യാറുണ്ട്, അതും നോട്ട് ചെയ്ത് വെക്കും. അതിനോടൊപ്പം പിന്നെ ബുക്ക് വായിക്കുമോ റിവ്യൂ ചെയ്യുമോ എന്നൊക്കെ വരുന്ന കമന്റ്സിലൂടെയും ഓരോ ബുക്കിനെ കുറിച്ചും ഞാൻ അറിയാനിടയാവും. ഇനി ഈ സെലക്ഷൻ പ്രോസസ് ഒക്കെ ഞാനും എന്റെ ഹസ്ബൻഡും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ചെയ്യാറുള്ളത്. ആൾ കണ്ടുപിടിക്കുന്ന ബുക്സ് ഒക്കെ ആള് ലിസ്റ്റിൽ ആഡ് ചെയ്യും, ഞാൻ കണ്ടുപിടിക്കുന്ന ബുക്സ് ഒക്കെ ഞാൻ ലിസ്റ്റിൽ ആഡ് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ ആമസോണിൽ നിന്നാണ് ബുക്സ് ഓർഡർ ചെയ്യാറുള്ളത്. ആമസോണിൽ നിന്ന് വാങ്ങുന്ന ബുക്സിന് നല്ല ക്വാളിറ്റി ഉണ്ടാവാറുണ്ട്. ഇതല്ലാതെ എവിടെയെങ്കിലും ബുക്ക് സെയിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും പോവും. അങ്ങനെ പോകുമ്പോൾ മോസ്റ്റ്ലി ഇങ്ങനെ ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതല്ലാതെ ആ ടൈമിൽ ചൂസ് ചെയ്യുന്ന ബുക്സും വാങ്ങും. ഈ ബുക്സ് ഇങ്ങനെ നിറയെ വാങ്ങുന്നതിൽ ഞങ്ങൾ കണക്കൊന്നും നോക്കാറില്ല. ആക്ച്വലി ബുക്സിന് ചിലവാക്കുന്ന കാശൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഞങ്ങൾ കാണാറുള്ളത്. ഞങ്ങൾക്ക് വായിക്കാം, ഞങ്ങളുടെ കുട്ടികൾ വലുതാകുമ്പോൾ അവർക്ക് വായിക്കാം. ഈ ബുക്സിലൂടെ നേടുന്ന അറിവ്, അതിന്റെ ബെനിഫിറ്റ്സ്, ഇതൊന്നും പറഞ്ഞറിയിക്കാനായിട്ട് വാക്കുകൾ മതിയാവില്ല. ഇറ്റ്സ് റിയലി ആൻ അസറ്റ്. ഇനി നെക്സ്റ്റ്, ഈ വാങ്ങിയ ബുക്സ് ഒക്കെ എപ്പോഴാണ് ഞാൻ വായിക്കാൻ എടുക്കുന്നത്, എന്ത് സ്ട്രാറ്റജിയാണ് ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എന്ന് ഷെയർ ചെയ്യാം. വലിയ സ്ട്രാറ്റജി ഒന്നുമില്ല. ഞാൻ ഏത് ബുക്ക് വായിക്കാൻ ചൂസ് ചെയ്യും എന്ന് പറയുന്നതിന് പകരം യൂഷ്വലി എന്താണ് നടക്കുന്നത് വെച്ചാൽ ദ ബുക്ക് ചൂസസ് മീ. അതെ, ബുക്ക് ഷെൽഫ് നിറയെ ബുക്സ് ഉണ്ടെങ്കിലും ഓരോ പർട്ടിക്കുലർ മൊമെന്റിൽ അതിലെ ഒരു ബുക്ക് എന്നെ ചൂസ് ചെയ്യും. ആ ടൈമിൽ എനിക്ക് ചുറ്റുമുള്ള ഒന്നും കാണില്ല, ആ ഒരു ബുക്ക് മാത്രം ഇങ്ങനെ എന്നെ വായിക്കൂ എന്ന് കയ്യും മുക്കി നിൽക്കുന്നുണ്ടാവും. ആ ബുക്കാണ് ഞാൻ വായിക്കാൻ ചൂസ് ചെയ്യുന്നത്. സോ ഓരോ മൊമെന്റിലും ഏത് ബുക്കാണ് എന്റെ കണ്ണിൽ പെടുന്നത് എന്ന് പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് വാങ്ങാൻ തോന്നുന്ന ബുക്സ് ഒക്കെ വാങ്ങി വച്ചേക്കും. സോ വായനയ്ക്ക് ഒരു ക്ഷാമം ഉണ്ടാവില്ല. ഇനി നമുക്ക് ഈ മാസം ഞങ്ങൾ വാങ്ങിയ 11 ബുക്സ് ഏതാണെന്നും അതിന്റെ പിന്നിലെ സ്റ്റോറി ഏതാണെന്നും എല്ലാം നോക്കാം. ഇതൊക്കെയാണ് 11 ബുക്സ്. ഇതിൽ 5 എണ്ണം ആമസോണിൽ നിന്നും പിന്നെ 6 എണ്ണം കിലോ ബുക്ക് ഫെയറിൽ നിന്നുമാണ് വാങ്ങിയത്. ബുക്ക് നമ്പർ 1 കൺവിൻസ്ഡ്. ഇത് എന്റെ ഹസ്ബൻഡ് ചൂസ് ചെയ്ത ബുക്കാണ്. ഞങ്ങൾ ഒരു ദിവസം ഇവിടെ ഒരു ബർഗർ ഷോപ്പിൽ പോയിരുന്നു. ഒരു വെറൈറ്റി ആയിട്ടുള്ള പണ്ടത്തെ മ്യൂസിക് ടേപ്സും ആർട്ടും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത ഷോപ്പായിരുന്നു. അതിലവിടെ കുറച്ച് ഗെയിംസും കിഡ്സ് ബുക്സും ഒക്കെ ഉണ്ടായിരുന്നു. ബുക്സ് എല്ലാം ഇത്തിരി പൊടി പിടിച്ചായിരുന്നു ഉണ്ടായിരുന്നത്, ആരും എടുക്കില്ല തോന്നുന്നു. അവിടെ ആകെ കൂടി ഉണ്ടായിരുന്ന ഒരു അഡൾട്ട് ബുക്കായിരുന്നു ഈ കൺവിൻസ്ഡ് എന്ന ഈ ഒരു ബുക്ക്. അപ്പോൾ എന്റെ ഹസ്ബൻഡ് ജസ്റ്റ് എടുത്ത് നോക്കി, കണ്ടന്റ് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ട് വാങ്ങാനായിട്ട് ചൂസ് ചെയ്തു. ഒരു കൂട്ടം ആളുകൾക്ക് ഒരേപോലുള്ള കഴിവുകൾ ഉണ്ടെങ്കിലും അതിൽ ചിലർ മാത്രം തിളങ്ങി വരും. അത് എന്തുകൊണ്ടാണ്? അവരെങ്ങനെയാണ് അവരുടെ ടാലന്റ് ഷോക്കേസ് ചെയ്യുന്നത്, ആളുകളുമായി ഇന്ററാക്ട് ചെയ്ത് അവരെ കൺവിൻസ് ചെയ്യുന്നത് എന്നുമെല്ലാമാണ് ഈ ബുക്കിന്റെ കണ്ടന്റ് എന്നാണ് ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇനി നെക്സ്റ്റ് ബുക്ക് നോക്കാം നമുക്ക്. ബുക്ക് നമ്പർ 2 മേക്ക് ഇറ്റ് സ്റ്റിക്ക്. ഈ ബുക്ക് ഞാനാണ് ചൂസ് ചെയ്തത്. ഈ ബുക്കിനെ കുറിച്ച് ഞാൻ അറിയാനിടയാത് ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ്. അപർണ ജെയിൻ എന്നാണ് ചാനലിന്റെ നെയിം. അവരുടെ ഹോം സ്കൂളിംഗ് റിലേറ്റഡ് വീഡിയോസിൽ ഈ ബുക്ക് നല്ല യൂസ്ഫുൾ ആണ് എന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് 1 ഇയർ ആയിട്ട്, അതായത് ഇന്ത്യയിലോട്ട് മൂവ് ചെയ്തതിനു ശേഷം എന്റെ 2 കുട്ടികളും ഹോം സ്കൂളിംഗ് ആണ് ചെയ്യുന്നത്. യെസ്, ഞാനൊരു ഹോം സ്കൂളിംഗ് മോമാണ്. അത് മാത്രമല്ല, ഹോം സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എനിക്കിപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. എസ്പെഷ്യലി നമ്മുടെ ബ്രെയിനിൽ ലേണിംഗ് എങ്ങനെയാണ് നടക്കുന്നത്. കുട്ടികൾ മാത്രമല്ല, എല്ലാവരും ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണ്, ബ്രെയിനിൽ അതൊക്കെ എങ്ങനെയാണ് സ്റ്റോർ ആവുന്നത്. ഈ കാണാപ്പാഠം പഠിച്ചിട്ട് പരീക്ഷ കഴിഞ്ഞ് പഠിച്ചൊക്കെ മറക്കുന്നതല്ലാതെ എഫക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് മെത്തേഡ് ഏതാണ് എന്നൊക്കെ അറിയാൻ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ്. കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ റിസർച്ച് ചെയ്ത് 11 കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റിന്റെ നോളേജും
അവരുടെ സ്റ്റഡീസിന്റെ റിസൾട്ടും ഒക്കെ 10 വർഷം കൊളാബറേറ്റ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് എഴുതിയ ബുക്കാണ് മേക്ക് ഇറ്റ് സ്റ്റിക്ക്. ഞാനിത് വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം ടൈം എടുത്ത് വീണ്ടും വീണ്ടും വായിച്ച് നല്ലപോലെ ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ട ബുക്കാണ്. ഇത് ഞാൻ എല്ലാ പാരന്റ്സ്, ടീച്ചേഴ്സ്, ലേണേഴ്സിന് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ബുക്കാണ്. ബുക്ക് നമ്പർ 3 മേ ബി സംഡേ. ഇതൊരു റൊമാൻറ്റിക് ഫിക്ഷൻ ബുക്കാണ്. എന്റെ ഹസ്ബൻഡാണ് ഇത് ചൂസ് ചെയ്തത്. കുറെ ത്രില്ലേഴ്സ് ഒക്കെ അടുപ്പിച്ച് വായിച്ചിട്ട് തലവെരുത്തിട്ട് ഒരു ചേഞ്ചിനായിട്ട് വാങ്ങിയ ബുക്കാണ് ഇത്. കൊളിൻ ഹോന്റെ ബുക്ക് വായിച്ചിട്ട് കുറെ ആയി, വായിക്കാൻ മുട്ടിയിട്ട് വയ്യ എന്ന് പറഞ്ഞ് രാത്രി ഓർഡർ ചെയ്തു. നെക്സ്റ്റ് ഡേ വന്നപ്പോൾ മുതൽ ആള് വായിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ ബുക്ക് ഐ തിങ്ക് 2024 എന്ന് തോന്നുന്നു ഓഡിയോ ബുക്കായിട്ട് കേട്ടിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായ ബുക്കാണ്. ആസ് യൂഷ്വൽ കൊലിൻ ഹുവന്റെ ബുക്സിൽ കാണുന്ന പോലെ ചെറിയൊരു ഹാർട്ട് ബ്രേക്ക്, പിന്നെ റൊമാൻസും, അങ്ങനെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് മേ ബി സംഡേ. ഓഡിയോ ബുക്കായിട്ട് കേട്ടിട്ട് കുറെ ആയതുകൊണ്ട് മോസ്റ്റ്ലി ഞാൻ ചിലപ്പോൾ ഈ ബുക്ക് ഒന്നുകൂടെ വായിക്കാനായിട്ട് എടുക്കുമായിരിക്കും. ലെറ്റ്സ് സീ. ബുക്ക് നമ്പർ 4 സ്റ്റീവ് ജോബ്സ്. ഈ ബുക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചൂസ് ചെയ്തു എന്ന് തന്നെ പറയാം. ഒരു തമിഴ് ചാനലുണ്ട്, കർക്ക കസഡറ. അതിൽ ഫുൾ ബുക്ക് സമ്മറീസ് ആണ് ഉണ്ടാവുക. 45 മിനിറ്റ്, 1 മണിക്കൂറൊക്കെ ആയിരിക്കും വീഡിയോസ് ഉണ്ടാവുക. ബട്ട് നല്ല യൂസ്ഫുൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആണ് കേൾക്കാൻ. ഞാൻ എല്ലാ വീഡിയോസും അങ്ങനെ കാണാറില്ല. മോസ്റ്റ്ലി ബുക്കിന്റെ ഹൈ ലെവൽ ഐഡിയ കിട്ടിയിട്ട് ഞാനായിട്ട് വായിച്ച് എക്സ്പീരിയൻസ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ബട്ട് സ്റ്റീവ് ജോബ്സിന്റെ വീഡിയോ ഞങ്ങൾ റീസെന്റ് ആയിട്ട് കണ്ടു, അതും ഫുൾ ഇരുന്ന് കണ്ടു. സ്റ്റീവ് ജോബ്സിന്റെ ഓരോ പ്ലാൻസ്, സ്ട്രാറ്റജീസ്, ആപ്പിളിൽ ഓരോ ചേഞ്ചസ് കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ ഫോളോ ചെയ്തിരുന്ന ഐഡിയോളജീസ് ഒക്കെ ആ വീഡിയോയിലൂടെ കേട്ട് ഭയങ്കര ഇംപ്രസ്ഡ് ആയിട്ട് എന്തായാലും ഈ ബുക്ക് വായിക്കണം എന്ന് ഞങ്ങൾ രണ്ടുപേരും ഡിസൈഡ് ചെയ്ത് വാങ്ങി. ബുക്ക് നമ്പർ 5 ഹൗ ടു ടേക്ക് സ്മാർട്ട് നോട്ട്സ്. ഞങ്ങൾ ഒരേ സമയം എന്നാൽ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് ചൂസ് ചെയ്ത ബുക്കാണ് ഹൗ ടു ടേക്ക് സ്മാർട്ട് നോട്ട്സ്. ബുക്സ് ഒരുപാട് വായിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ ചെയ്യാൻ പ്ലാൻ ഇടുന്ന ബുക്കിന്റെ നോട്ട്സ് സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതുന്നുണ്ട്. ബട്ട് ഇതല്ലാതെ ഇതുവരെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള നോട്ട് ടേക്കിംഗ് സ്ട്രാറ്റജി എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഞാൻ വായിക്കുമ്പോൾ സ്റ്റിക്കി ഫ്ലാഗ്സ് ഇങ്ങനെ ഒട്ടിച്ചു പോകും. സോ പിന്നീട് സ്ക്രിപ്റ്റ് എഴുതാൻ വേഗം റെഫർ ചെയ്യാനായിട്ട് അത് ഹെൽപ്ഫുൾ ആണെങ്കിലും സ്റ്റിൽ എന്റെ നോട്ട് ടേക്കിങ്ങിന് ഒരു പ്രോപ്പർ സിസ്റ്റം കണ്ടെത്തണം എന്ന് എനിക്കുണ്ട്. അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഗൂഗിളിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ ബുക്കാണ് ഇത്. എന്റെ ഹസ്ബൻഡ് ഏതോ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ട് കണ്ടെത്തിയതാണെന്ന് തോന്നുന്നു. ബട്ട് ഞാൻ ഇങ്ങനെ വാങ്ങണമെന്ന് വിചാരിച്ച ടൈമിൽ കാർട്ടിൽ നോക്കുമ്പോൾ ആൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങി. ഇനി ഉടനെ വായിക്കണമെന്നുണ്ട്. നോക്കാം ഈ ബുക്ക് എന്നെ എപ്പോൾ ചൂസ് ചെയ്യുമെന്ന്. ഇനിയുള്ള 6 ബുക്സും ഞങ്ങൾ റീസെന്റ് ആയിട്ട് ഒരു ബുക്ക് സെയിലിൽ പോയി അവിടുന്ന് വാങ്ങിയതാണ്. കിലോ ബുക്ക് ഫെയർ ആയിരുന്നു. ബുക്കിന്റെ വെയിറ്റിനനുസരിച്ചാണ് പ്രൈസ്. അന്ന് കൂടുതലും കിഡ്സ് ബുക്കാണ് ഞങ്ങൾ വാങ്ങിയത്. 168 ബുക്സ് വാങ്ങിയതിൽ 6 എണ്ണം മാത്രമായിരുന്നു അഡൽട്ട് ബുക്സ്. അത് ഏതൊക്കെയാണ് എന്ന് ഞാൻ ഇനി ഷെയർ ചെയ്യാം. ബുക്ക് ഫെയറിൽ നിന്ന് വാങ്ങുന്ന ബുക്സിന്റെ പിന്നിൽ വലിയ സ്റ്റോറി ഒന്നും ഉണ്ടാവില്ല. ആ ടൈമിൽ അറിയാവുന്ന ബുക്സ് ഉണ്ടോ എന്ന് ഫസ്റ്റ് തപ്പും. അതില്ലെങ്കിൽ അറിയാവുന്ന ഓതേഴ്സിന്റെ ബുക്ക് ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ഗുഡ് റീഡ്സിൽ 4 എബോവ് റേറ്റിംഗ് ഉണ്ടെങ്കിൽ ഞാൻ അത് എടുക്കും. ഈ 6 ബുക്സും ഫിക്ഷൻ ആണ്. ഇത് ഫുള്ള് ഞാനായിട്ടാണ് ചൂസ് ചെയ്തത്. ബുക്ക് നമ്പർ 6 PS I Love You. ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നി എടുത്തതാണ്. ഒരു മൂവിയൊക്കെ ഉണ്ട്, പണ്ട് കണ്ടിട്ടുണ്ടോ എന്നും എനിക്ക് ഓർമ്മയില്ല. എന്തായാലും വായിച്ചേക്കാം എന്ന് തോന്നി. റൊമാൻറ്റിക് ഫിക്ഷൻ ആണ്. ഓൾസോ വാങ്ങി വന്നിട്ട് ഞാൻ ഫസ്റ്റ് വായിക്കാൻ എടുത്ത ബുക്ക് ഇതാണ്. ഇപ്പൊ ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റിവ്യൂ വേണമെങ്കിൽ കമന്റ് ചെയ്തോളാം. ബുക്ക് നമ്പർ 7 ദ ലോങ്സ്റ്റ് റൈഡ് ബൈ നിക്കോളാസ് സ്പാർക്സ്. ഇത് അറിയാവുന്ന ഓതറിന്റെ കാറ്റഗറിയിൽ ഞാൻ ചൂസ് ചെയ്ത ബുക്കാണ്. നിക്കോളാസ് സ്പാർക്സിന്റെ കുറച്ച് കളക്ഷൻ വീട്ടിലുണ്ട്. ഞാൻ ചിലതൊക്കെ വായിച്ചിട്ടുണ്ട്. എനിക്ക് നിക്കോളാസ് സ്പാർക്സിന്റെ ബുക്ക് ഇഷ്ടമാണ്. വലിയ ആർഭാടങ്ങളില്ലാതെ എന്നാൽ നല്ലൊരു ഫീൽ ഗുഡ് ടൈപ്പ് സ്റ്റോറി ആയിരിക്കും ഇത്. ഇത് ഒരു റൊമാൻറ്റിക് ഫിക്ഷൻ ബുക്കാണ്. ബുക്ക് നമ്പർ 8 ഹൈഡ് അവേ ബൈ നോറ റോബർട്സ്. ഈ ഓതറിന്റെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. 200-ലധികം നോവൽസ് ആള് എഴുതിയിട്ടുണ്ട്. നല്ല പോപ്പുലർ ആണ്. ബട്ട് ഞാൻ ഇതുവരെ നോറ റോബർട്സിന്റെ ബുക്ക് വായിച്ചിട്ടില്ല. ഇതുപോലെ US ഉണ്ടായിരുന്നപ്പോൾ ലൈബ്രറിയിൽ സെയിൽ വന്നപ്പോൾ പോയി കുറച്ച് ബുക്സ് ഒക്കെ വാങ്ങിയിരുന്നു. അതിൽ നോറ റോബർട്സിന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഓതറിന്റെ നെയിം എനിക്ക് ഫെമിലിയർ ആയത്. ഹൈഡവേ എന്ന ഈ ബുക്ക് ഒരു റൊമാൻറ്റിക് ത്രില്ലർ ആണ് എന്നാണ് ഗൂഗിളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അൺസ്റ്റോപ്പബിൾ റീഡ് ആണ് എന്നാണ് കണ്ടത്. ഈ ബുക്കും ഉടനെ തന്നെ വായിക്കണം എന്ന് എനിക്കുണ്ട്. നമുക്ക് നോക്കാം. ബുക്ക് നമ്പർ 9 അപ്സൈഡ് ഡൗൺ ബൈ ഡാനിയൽ സ്റ്റീൽ. നോറ റോബർട്സിനെ പോലെ തന്നെ ഡാനിയൽ സ്റ്റീലും ഒരുപാട് നോവൽസ് എഴുതിയിട്ടുണ്ട്. ബില്യൺസ് ഓഫ് കോപ്പീസ് ആണ് ഇതുവരെ വിറ്റുപോയിട്ടുള്ളത്. ഈ ഓതറിന്റെയും കുറച്ച് ബുക്സ് വീട്ടിൽ ഓൾറെഡി ഉണ്ട്. പണ്ട് ലൈബ്രറി സെയിലിൽ നിന്ന് പോയി വാങ്ങിയത്. ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. ഡാനിയൽ സ്റ്റീലിന്റെ സ്റ്റോറീസിലെ ക്യാരക്ടേഴ്സ് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരിക്കും, സ്ട്രോങ് ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് റൊമാൻറ്റിക് ഫിക്ഷൻ ജോണറിൽ വരുന്ന ബുക്കാണ്.
ഇതൊക്കെ ആയിരിക്കും മോസ്റ്റ്ലി ഞാൻ അടുത്തടുത്ത മാസങ്ങളിൽ വായിക്കുന്നുണ്ടാവുക. ബുക്ക് നമ്പർ 10, കോഡ് നെയിം വെരിറ്റി ബൈ എലിസബത്ത് വെയ്ൻ. ഈ ബുക്ക് ഞാൻ ചൂസ് ചെയ്തതിന്റെ ഒരു മെയിൻ കാരണം ഇതിന്റെ ടൈറ്റിൽ ആണ്. വെരിറ്റി എന്ന പേര് കൊളിൻ ഹൂവർ ഫാൻ ആയ എനിക്ക് മറക്കാൻ പറ്റില്ല. സോ ടൈറ്റിൽ കണ്ട് ബുക്ക് കയ്യിലെടുത്ത് നോക്കി, ഗുഡ് റീഡ്സിൽ 4 റേറ്റിംഗ് കണ്ടു, അങ്ങനെ ചൂസ് ചെയ്തു. ഇത് ഞാൻ ഇതുവരെ വായിക്കാത്ത ഒരു ജോൺറയാണ്. ഹിസ്റ്റോറിക്കൽ സ്പൈ ത്രില്ലർ ആണിത്. സോ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എനിക്കിത് വായിക്കാനായിട്ട്. ബട്ട് വീട്ടിൽ വന്ന് കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഈ ബുക്കിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്കൊരു അബദ്ധം പറ്റിയ കാര്യം ഞാൻ മനസ്സിലാക്കിയത്. കോഡ് നെയിം വെരിറ്റി എന്ന ഈ ഒരു ബുക്ക് ഒരു സീരീസിന്റെ പാർട്ടാണ്. 4 ബുക്സ് ഉണ്ട് ഈ സീരീസിൽ. ഇതിൽ 2ാമത്തെ ബുക്കാണ് ഇത്. ശരിക്കും പണി കിട്ടിയില്ലേ എനിക്ക്. ഇനി ഇതിന്റെ ഫസ്റ്റ് ബുക്ക് കിട്ടി, അത് വായിച്ചിട്ട് വേണം ഇത് വായിക്കാൻ. നെക്സ്റ്റ് ഈ ബുക്ക് ഹോളിന്റെ ലാസ്റ്റ് ബുക്കാണ്. അതിലും എനിക്ക് ഇതേ അബദ്ധം പറ്റിയിട്ടുണ്ട്. ബുക്ക് നമ്പർ 11, സ്റ്റിൽ മീ ബൈ ജോജോ മോയസ്. ജോജോ മോയസ് എന്ന ഓഥർ റൊമാൻറ്റിക് ഫിക്ഷൻ എഴുതുന്ന ഓഥർ ആണെന്ന് എനിക്ക് അറിയാമായിരുന്നു. സ്റ്റിൽ മീയുടെ റേറ്റിംഗും ചെക്ക് ചെയ്തു, അങ്ങനെ എടുത്തു. വീട്ടിൽ വന്ന അതുപോലെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ബുക്കിന്റെ കവർ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നിയത്. നമ്പർ 1 ബെസ്റ്റ് സെല്ലിംഗ് ഓഥർ ഓഫ് മീ ബിഫോർ യു. ഓൾസോ ഈ ബുക്കിന്റെ പേര് സ്റ്റിൽ മീ. ഒരു സിമിലാരിറ്റി തോന്നി വേഗം തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് പണി കിട്ടിയ കാര്യം ഞാൻ അറിഞ്ഞത്. ഇതും 4 ബുക്സ് ഉള്ള ഒരു സീരീസിലെ 3ാമത്തെ ബുക്കാണ്. മുട്ടൻ പണിയായിപ്പോയില്ലേ. അപ്പോഴാണ് ഇത് ഭയങ്കര നല്ല സീരീസ് ആണ് എന്നൊക്കെ ഗൂഗിളിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. ഇനിയിപ്പോൾ ആദ്യത്തെ 2 ബുക്സ് വാങ്ങണം. നെക്സ്റ്റ് ബുക്ക് ഫെയർ വരെ വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോഴും കിട്ടിയില്ലെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഞാൻ ഇതുപോലുള്ള ബുക്ക് ഹോൾ വീഡിയോസ് അങ്ങനെ ചെയ്യാറില്ല. ഒരിക്കലും ഒരു ലൈബ്രറി ബുക്ക് ഹോൾ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. എന്റെ ഒരു മെയിൻ എയിം ഞാൻ ചെയ്യുന്ന ബുക്ക് റിവ്യൂസ്, സമ്മറീസ്, റെക്കമെൻഡേഷൻ വീഡിയോസ് ഒക്കെ ആളുകൾക്ക് യൂസ്ഫുൾ ആയിരിക്കണം, അവരുടെ ബുക്ക് റീഡിങ്ങിന് ഹെൽപ്പ് ചെയ്യണം, അതുപോലെ ഒരുപാട് പേരെ വായനയുടെ ലോകത്തിലേക്ക് എത്തിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളത്. എനിക്ക് ഉറപ്പില്ല ഈ ബുക്ക് ഹോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നോ ഇല്ലയോ എന്ന്. എന്തായാലും വീഡിയോയെ കുറിച്ച് ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് അറിയിക്കുക. ഓർ മറ്റേതെങ്കിലും രീതിയിൽ വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.